വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു. കർത്താവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. എത്രമാത്രം നമുക്ക് കർത്താവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയുന്നോ അത്രമാത്രം നമുക്ക് കർത്താവിനെ അറിയുവാൻ കഴിയും. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിനോടുകൂടെ ചെലവഴിക്കുന്നത് എത്ര നല്ലതാണ്. ആസാബ് പറയുമ്പോഴത്തേക്കും സങ്കീർത്തനം 73:28 വായിക്കുന്നുണ്ട്, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നതിനേക്കാൾ ഏറെ നല്ലതായിട്ടുള്ള ഒരു കാര്യവും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം ഇന്നത്തെ ദിവസവും നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടെ കർത്താവ് തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളിലേക്ക് വീണ്ടും വരുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആത്മീയ ഗോളത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മളൊരു ആത്മീയനായിരിക്കണം. നമ്മൾ പ്രാകൃതനെക്കുറിച്ചും ജഡീകനെക്കുറിച്ചും ഒക്കെ കാണുകയുണ്ടായി. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഒരു ആത്മീയൻ എന്നാൽ എങ്ങനെയായിരിക്കണം? നമ്മൾ 4 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ആദ്യം നമ്മൾ ചിന്തിച്ചത് ഒരു ആത്മീയൻ ദൈവത്തിൻ്റെ വചനത്തെ തിരിച്ചറിയുന്നു. അവന് ആത്മാവുള്ളത് കൊണ്ട് അവന് ദൈവവചനം തിരിച്ചറിയാൻ കഴിയുന്നു. 2, നമ്മൾ കണ്ടത് ഒരു ആത്മീയൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. 3, നമ്മൾ കണ്ടത് ആത്മീയൻ വീണുപോയവരോട് സഹതാപം കാണിക്കും, അല്ലെങ്കിൽ അവരെ മടക്കി കൊണ്ടുവരുവാനായിട്ട് അവന് കഴിയും. ഒരു ആത്മീയൻ്റെ അടയാളമായിട്ട് അത് പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. 4, നമ്മൾ കണ്ടത് ഒരു ആത്മീയൻ ആത്മീയമായത് ചിന്തിക്കുന്നു. അവൻ ആത്മീയമായ വിഷയങ്ങളാണ് അവൻ്റെ ചിന്താ വിഷയം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യപ്പെട്ട, എല്ലാ വിഷയങ്ങളും പ്രാധാന്യമുള്ളതാണ്, എന്നാൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആത്മീയൻ യഥാർത്ഥമായിട്ടും ഐക്യം കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. നമുക്കറിയാം, ഇന്ന് ഭവനങ്ങളിലോ സഭകളിലോ ഒക്കെ അനേക പ്രശ്നങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. പ്രശ്നം ഉണ്ടാക്കുന്നവൻ ഒരു ആത്മീയനല്ല എന്നത് തർക്കമറ്റ സംഗതിയാണ്. ഭവനങ്ങളിൽ പോലും നമുക്കറിയാം, ചില ഭവനങ്ങളിൽ അവർക്ക് പരസ്പരം ഒരു നല്ല ഐക്യതയില്ല. അതുകൊണ്ട് തന്നെ പല ഭവനങ്ങളിലും, ക്രിസ്തീയ ഭവനങ്ങളിൽ, വിശ്വാസികളുടെ ഭവനത്തിൽ പോലും അവർക്കൊരു കുടുംബ പ്രാർത്ഥന പോലും ഇല്ല. കാരണം എന്താണ്? പരസ്പരം ഐക്യതയില്ല. ഐക്യത എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിലെ ഐക്യത്തെ തകർക്കുവാനാണ് ശത്രു ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐക്യത, ഒരു യഥാർത്ഥ ആത്മീയൻ ഐക്യത കാത്തു സൂക്ഷിക്കും. നമുക്ക് ഐക്യത ഇല്ലാത്തത് തീർച്ചയായിട്ടും അത് ശത്രുവിൻ്റെ ഒരു വഞ്ചനയാണ്. നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ചില കുടുംബങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മായിയമ്മ പോര് ആരംഭിക്കുക. വിശ്വാസിയാണ്, എന്നിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് ചില ദിവസങ്ങൾ പോലും അവരുടെ ഭവനത്തിൽ താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അവർക്ക് സ്വസ്ഥതയില്ലാതെ, ഐക്യതയില്ലാതെ അവർ ആ വീട് വിട്ടിറങ്ങുകയാണ്. എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ആ വ്യക്തികളിൽ വ്യാപരിക്കുന്ന പൈശാചിക പ്രഭാവത്തിൻ്റെ ഫലമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവരാണെങ്കിൽ നമുക്ക് ആത്മാവിൽ മാത്രമേ ഐക്യത സൂക്ഷിക്കാൻ കഴിയൂ. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് ഐക്യപ്പെട്ട് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വെളിച്ചവും ഇരുളും തമ്മിൽ ഒരിക്കലും ചേർച്ചയില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ അവിടെ നമ്മുടെ ഐക്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായൊരു കാര്യമാണ്. ഈ വിഷയം കുറച്ച് ആഴമായി ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇന്ന് അനേക ഇടങ്ങളിൽ സഭകളെ പോലും ഈ ഐക്യതയില്ലായ്മ തകർത്തുകൊണ്ടിരിക്കുക. അനേക നിലകളിൽ ജഡീകന്മാർ എഴുന്നേൽക്കുന്നു. അവരിലൂടെ അവർ ചിലരെയൊക്കെ പറഞ്ഞ് തിരിച്ച് അവരുടെ വശത്താക്കി
അവരെന്നിട്ട് സഭകളെ തകർക്കുന്നു. അപ്പോൾ ഇത് ഇന്ന് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ഭിന്നത ഉണ്ടാക്കുന്നവർ അത് ഏതൊരു ആത്മാവിലാണ് അവരിത് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അവർ വളരെ ജ്ഞാനികളായിരിക്കാം. നമുക്കറിയാം 1 കൊരിന്ത്യർ 8:1 അവസാന ഭാഗത്ത് വായിക്കുന്നത്, ജ്ഞാനം ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം. ദൈവത്തിൻ്റെ ആത്മാവുള്ളവരിൽ മാത്രമേ ആത്മീക വർധന ഉണ്ടാവൂ. പക്ഷേ ഈ അറിവുള്ളവൻ ചീർക്കും. അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടയാകുന്നത്. അവർക്ക് പ്രസംഗിക്കാൻ പാഠവും ഉണ്ടാകും, അവർക്ക് തിരുവചനത്തെക്കുറിച്ച് നല്ല അറിവുണ്ടാകും. എന്നാൽ അതൊന്നും അവർ ദൈവാത്മാവിൽ ഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, ബുദ്ധിയിൽ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ സ്വസ്ഥതയോ സമാധാനമോ ഇല്ല. അതായത് സത്യം. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആരംഭിക്കുന്നത്, ഒരു ആത്മീയൻ യഥാർത്ഥമായിട്ടും ഐക്യതയെ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കണ്ടാൽ പോലും അവരെ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി ഐക്യതയിൽ നിലനിൽക്കാനായിട്ട് അവർ വളരെയധികം അതിനുവേണ്ടി യത്നിക്കും. അതൊരു നല്ല ആത്മീയന്റെ ലക്ഷണം. ഞാൻ അതിനാധാരമായിട്ട് ഇന്ന് നിങ്ങളോട് വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഭാഗം, അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ പൗലോസിലെ പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നോക്കണം, ഇവിടെ പൗലോസ്യ വളരെ ഹൃദയംഗമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സഭയുടെ ഐക്യത, പരസ്പരമുള്ള ഐക്യത. ഇവിടെ താൻ പറയുന്നത് ശ്രദ്ധിക്കണമേ, പൂർണ്ണ വിനയത്തോടെ. അല്ലേ, നമ്മുടെ കർത്താവ് എത്രമാത്രം വിനയമുള്ളവനായിരുന്നു. പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ. ദീർഘക്ഷമ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ക്ഷമിച്ച ദീർഘക്ഷമ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിയണം. ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും എന്ന് പറഞ്ഞാൽ പലരുടെയും സ്വഭാവങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അനേക വളരെ തെറ്റായിരിക്കുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ സ്വഭാവങ്ങളുള്ളവരുണ്ടാകാം. എന്നാൽ അവരോടും നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആത്മാവിൻ്റെ ഐക്യത. നാം എല്ലാവരും ഒരേ ആത്മാവിനെ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ഐക്യതയുള്ളവരായിരിക്കണം. അപ്പം ആത്മാവിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഐക്യത കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. ജഡത്തിലാകുന്ന വ്യക്തിക്ക് ഒരിക്കലും അത് കഴിയില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ യാക്കോബ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം, യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനമല്ല. അപ്പോൾ ഇവർക്കുള്ള ഈ അറിവ്, ഈ ജ്ഞാനം എന്നുള്ളത് എവിടെ നിന്നുള്ളതാണ്? ഉയരത്തിൽ നിന്നുള്ളതല്ല. ഉയരത്തിൽ നിന്നുള്ള അറിവ്, ഈ ജ്ഞാനം പ്രാപിച്ചിരുന്നെങ്കിൽ ഈ വകുപ്പൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇവർക്ക് ലോകപ്രകാരം ലഭിക്കുന്ന, അവരുടെ ബുദ്ധിയിലൂടെ അവർക്ക് നേടുവാൻ കഴിയുന്ന ചില ജ്ഞാനമാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? ഇത് ഉയരത്തിൽ നിന്നും വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. നോക്കണേ, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. കണ്ടോ? ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത്
കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ യഥാർത്ഥമായിട്ടും ആത്മീയമായി വളരുകയാണോ? നമ്മളൊരു യഥാർത്ഥമായ ആത്മീയനാണോ? അപ്പൊ ഈ വകക്കാര് അവർക്ക് എന്തെല്ലാം, അവർ ലോകപ്രകാരം എന്തെല്ലാം പറയുന്നേ. വളരെ നല്ലൊരു സഹോദരൻ ഞങ്ങളുടെ മധ്യത്തിൽ, അദ്ദേഹം ഇതുപോലെ പ്രസംഗിക്കാനൊക്കെ നല്ല കഴിവുള്ള സഹോദരൻ. എന്നാൽ താൻ ഈ നിലയിൽ ഈ അറിവ് വന്നപ്പോൾ അത് തന്നെ എന്താക്കി മാറ്റി? തന്നെ ഒരു പ്രാകൃതനാക്കി മാറ്റി. അതുകൊണ്ട് സഭയിൽ പ്രശ്നമുണ്ടാക്കാനിടയായി. ചിലരെയൊക്കെ വശീകരിച്ച് അവരുമായിട്ട് താനോട് ഒരു പ്രസ്താവനയോടെ പ്രസ്താവിച്ചു, ഞങ്ങളൊരു പാസ്റ്ററിനെ നിയമിച്ചിട്ടുണ്ട്. നോക്കണം, അപ്പോൾ ദൈവസഭയുടെ പണിയല്ല താൻ ചെയ്യുന്നത്. തൻ്റെ ആ സംസാരത്തിൽ തന്നെ അത് കൃത്യമാണ്. അപ്പൊ ഇതവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് സഭയെ കലക്കുവാൻ. എത്ര ദുഃഖകരമായ അവസ്ഥയാ പ്രിയമുള്ളവരെ. ദൈവം അവരോട് ക്ഷമിക്കട്ടെ. അപ്പോൾ അവരുടെ അറിവില്ലായ്മ നമ്മൾ ചിന്തിക്കണം. എന്നാൽ നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യൂ. വാസ്തവത്തിൽ ഒരു ആത്മീയത ഒരിക്കലും കഴിയില്ല. ദൈവത്തിന്റെ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത അതേ അധ്യായം യാക്കോബ് 3:17 ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അതല്ലേ ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായും ദൈവവചനത്തെ ശരിയായ നിലയിൽ ഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നമുക്ക് ഇന്ന് ആത്മീയമായിട്ട് വളരാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നവരും ക്രിസ്ത്യാനിരൂപരായി തീരുകയാണോ? നമ്മൾ എന്തിനാ ഈ വെല്ലുവിളികളൊക്കെ നടത്തുന്നത്? എന്തുകൊണ്ട്? അത് അവരിലുള്ള ജഡം വളരെ വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്, വേദനാജനകമായ ഒരനുഭവം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് വളരെയധികം കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. വളരെ ദീർഘക്ഷമയുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശരിക്കും അധീനതയിലായിരിക്കുന്നെങ്കിൽ മാത്രം. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ പഴയ നിയമത്തിലെ കുറെ കൊട്ടും പാട്ടും ഒക്കെ എടുത്ത് ഘോഷിക്കുക. പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് മതി എന്ന് പറഞ്ഞിട്ട് കൂടി നിർത്തുന്നില്ല. കാരണം ജഡം, ആ ജഡത്തിൽ പൈശാചിക അഭിഷേകത്തിൽ പുള്ളി കസർക്കുക. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. നമ്മളൊന്നും അവരെ കുറിച്ച് പറയാൻ പോയില്ല. ഞാൻ പറയുന്നത് തിരുവചനം എത്ര കൃത്യമാണ്. നമ്മൾ യഥാർത്ഥമായ നിങ്ങളിൽ, അതിന്റെ 13-ാം വാക്യം യാക്കോബ് 3:13, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. യഥാർത്ഥത്തിൽ ദൈവികമായ അറിവ് പ്രാപിച്ചിരുന്നെങ്കിൽ അവരുടെ നല്ല നടപ്പിലൂടെ പ്രവൃത്തികളെ കാണിച്ചേ. എന്നാൽ ഇതൊക്കെ നമ്മൾ പ്രാപിച്ച് ചീർത്ത് എനിക്ക് വല്ല അറിയാം, ഞാൻ മിടുക്കനായി എന്നുള്ള ഒരു ഭാവം ഉണ്ടാകുമ്പോൾ എത്ര ഭയങ്കരമല്ലേ. നമ്മുടെ മധ്യത്തിൽ വരുമ്പോൾ ഇത്രമാത്രം ദരിദ്രമായ അവസ്ഥയിൽ, അറിവില്ലാത്തൊരവസ്ഥയിലായിരുന്ന ആ സഹോദരൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിവില്ലാതിരുന്ന സഹോദരൻ മിടുക്കനായി വളർന്നു കഴിഞ്ഞപ്പോൾ അഹങ്കരിച്ചു, നീളിച്ചു. എത്ര ദുഃഖകരമാണ്. ഞാൻ പേരൊന്നും എടുക്കുന്നില്ല, ഇവിടെയുള്ള കൂട്ടായ്മയുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ പറയട്ടെ, നമ്മൾ അവരും നശിക്കാതിരിക്കട്ടെ, ദൈവക്രോധത്തിന് പാത്രമാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അപ്പോൾ വളരെ വേദനാജനകമായ കാര്യമാണ് പ്രിയമുള്ളവരെ. അവരവരുടെ പ്രവൃത്തികളെ തന്നെ അവർക്ക് ശോധന ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു ആത്മാവിൽ അവരങ്ങ് വിജയപ്പെടുകയാണ്. നമ്മളിത് ഏത് ആത്മാവിലാണെന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാലും നമ്മൾ അവരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു പക, ഒരു വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു അനുഭവം ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഐക്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെയും അല്ല ദൈവദാസന്മാരുടെ എല്ലാം വലിയൊരു ആഗ്രഹമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ അങ്ങനെയല്ലാത്ത ജഡീകന്മാരിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് ശത്രു ശ്രമിക്കും.
അതിൽ ചില ആത്മീയ ശൈശവത്വമുള്ളവർ തെറ്റിപ്പോകാം. നല്ലൊരു സഹോദരനും കുടുംബവും ഒക്കെ തെറ്റിപ്പോകാനിടയായി തീർന്നു. അവരെക്കുറിച്ചൊന്നും അവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്നാൽ അവരുടെ മനസാക്ഷി അവരെ നിശ്ചയമായും കുത്തുന്നുണ്ടാകും അവർ ചെയ്ത തെറ്റിനെ കുറിച്ച്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ആ കാര്യം മനസ്സിലാകും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പൗലോസ്ലീഹ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിൻ്റെ ഐക്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഫേസ്യർ 4:3 ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. ആത്മാവുള്ളവർക്ക് മാത്രമേ ഈ ഐക്യത ഉണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ഈ ഐക്യതയിൽ പോകുവാനായിട്ട് കഴിയില്ല. യഥാർത്ഥമായും വീണ്ടും ജനിച്ച് ആത്മാവിൽ വളരും തോറും അവർ ഐക്യത കാത്തു സൂക്ഷിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ഈ ആത്മാവിന് പുറത്ത് നമുക്ക് ഈ ഐക്യത കാക്കുവാൻ പറ്റുകയില്ല. നമ്മുടെ കർത്താവിൻ്റെ തന്നെ ഏറ്റവും വലിയ ഹൃദയാഭിലാഷം എന്നുള്ളത് ഐക്യതയായിരുന്നു എന്ന് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. ഞാനത് ഒരല്പമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥന. അപ്പോൾ അവിടെ അതിൻ്റെ 11-ാം വാക്യം, അവിടെ അതിൻ്റെ മധ്യഭാഗം, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവർ നമ്മെപ്പോലെ ഒന്നായിരിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അവർ വളരെ ഐകമത്യമുള്ളവരായിരിക്കണം, അവരൊന്നായിരിക്കണം. ഇതാ ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ കർത്താവിൻ്റെ എത്ര വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഒരിക്കലും ശത്രുവിന് അവിടെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ ഇടയാകാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. ഒരിടർച്ച വരാതെ, ഒരകൽച്ച വരാതെ, അങ്ങനെയുള്ള ഒരു വേർതിരിവ് വരാതെ അവരെ കാക്കണമേ. നോക്കണം, കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. അതേ പ്രാർത്ഥനാ സ്വരം ഈ ഐക്യതയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 21-ാം വാക്യത്തിൽ, യോഹന്നാൻ സുവിശേഷം 17-21, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. കണ്ടോ? അപ്പോൾ നമുക്ക് ഐക്യതയില്ലെങ്കിൽ നമുക്കൊരിക്കലും കർത്താവിലും ആയിരിക്കാൻ കഴിയില്ല. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐക്യത കാത്തു സൂക്ഷിക്കാൻ എത്രമാത്രം നമ്മൾ ആ കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം. ഇനി അതിൻ്റെ 23-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവനായിരിക്കേണ്ടതിന് തന്നെ. കണ്ടോ? താൻ ആ ചെറിയൊരു പ്രാർത്ഥനയിൽ 3 പ്രാവശ്യം എടുത്തെടുത്ത് ഐക്യത്തോടുള്ള ബന്ധത്തിൽ പിതാവിനോട് താൻ പ്രാർത്ഥിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, ഐക്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല ദൈവമക്കളെ. ഇതൊക്കെ പലർക്കും ആത്മീയമായിരിക്കുന്ന അറിവ്, പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് അവരതിനെ നിസ്സാരമായി കാണുന്നുണ്ടാകാം. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നു പോയത് ഈ ഐക്യതയില്ലായ്മയല്ലേ? ഇന്ന് അനേക കൂട്ടായ്മകളിൽ അത് തകർക്കപ്പെട്ടത്, അത് കഷ്ണങ്ങളായി മാറിയത് ഈ ഐക്യതയില്ലായ്മയല്ലേ? ഇവിടെയെല്ലാം ജഡീകന്മാരെ കൊണ്ടുള്ള ഭയങ്കരമായ പ്രവൃത്തികൾ ഉണ്ടായി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്നത് ദൈവനിയോഗത്തിലൂടെ, ദൈവാത്മാ നിറവിൽ, ദൈവഹിതപ്രകാരം, ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ടായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ നിശ്ചയമായിട്ടും അവർ വഞ്ചിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവം നമ്മളിൽ ഐക്യത ആഗ്രഹിക്കുന്നു.
ഐക്യതയ്ക്ക് വേണ്ടിയാണ് കർത്താവ് പോലും ഈ ലോകത്തിലായിരുന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, വളരെ പ്രശ്ന പങ്കുലമായിരുന്ന ഒരു സഭയാണ് കൊരിന്ത് സഭ. അവരോട് പൗലോസ് പറയുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. കണ്ടോ, കർത്താവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെല്ലാവരും ഭിന്നത കൂടാതെ ഏക മനസ്സുള്ളവരായി ഏക അഭിപ്രായത്തിൽ യോജിക്കണം. കണ്ടോ, ഐക്യത ഉണ്ടായിരിക്കണം, യോജിച്ചിരിക്കണം, നിങ്ങൾ ഒന്നായിരിക്കണം എന്നാണ് ഇവിടെ പൗലോസ് അവരെ ഓർപ്പിക്കുന്നത്. അവർക്കുള്ള 2-ാം ലേഖനത്തിലും അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ഈ വിഷയം താൻ എടുത്തു പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. നോക്കണേ, ഇവിടെയും താൻ ആഗ്രഹിക്കുന്നത് ഏക മനസ്സുള്ളവരാകുവിൻ. കൊരിന്ത് സഭയോട് പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരാകുവിൻ. അവിടെ ഭിന്നാഭിപ്രായക്കാരുണ്ടായിരുന്നു, നമ്മളത് നേരത്തെ കാണുകയുണ്ടായി. അനേകർ പക്ഷം പിടിച്ചു, അനേക ചേരികളായി തിരിഞ്ഞു. ചിലര് പൗലോസിന്റെ പക്ഷക്കാരും, ചിലർ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരും, ചിലര് കേഫാവിന്റെ പക്ഷക്കാരും, ചിലർ യേശുവിന്റെ പക്ഷക്കാരും, ഇങ്ങനെ 4 പക്ഷക്കാരവിടെ ഉണ്ടായി. ഭിന്നത ഇവളൊരു ദൈവഹൃദയത്തിന് ഒരിക്കലും സഹിക്കുവാൻ കഴിയുന്നൊരു കാര്യമല്ല ഈ ഭിന്നത എന്നുള്ളത്. ഇത് വളരെ ഗൗരവമായി വിശുദ്ധന്മാർ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും സഭയ്ക്ക് ഒരു ഭാരമായി തീരരുത്, സഭയ്ക്ക് നമ്മളൊരു ഇടർച്ചയായി തീരരുത്. ഒരു ആത്മീയനാണെങ്കിൽ അവൻ എന്ത് വന്നാലും അവനതെല്ലാം സഹിക്കുവാൻ, ക്ഷമിക്കുവാനുള്ള കൃപ ലഭിച്ചവനായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതേ കാര്യം നമ്മൾ റോമാലേഖനത്തോടുള്ള ബന്ധത്തിലും അതിന്റെ 15-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഐമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. നോക്കണം, നിങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ ഏക മനസ്സോടെ ഒരു വായിനാൽ ദൈവത്തെ മഹത്വീകരിക്കണം. നിങ്ങൾ ഏക ചിന്തയോടിരിക്കണം. ദൈവം അതിന് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ദൈവമക്കള് നിശ്ചയമായിട്ടും ഏക മനസ്സുള്ളവരായിരിക്കണം. ആത്മാവിന്റെ ഒരു ഐക്യത കാത്തു സൂക്ഷിക്കണം. ഇനി വളരെ ഒരു ഇമ്പോർട്ടന്റ് ചില കാര്യങ്ങളാണ് ഫിലിപ്പ ലേഖനത്തിൽ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ കാണാൻ കഴിയും. ഫിലിപ്പ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. ഇവിടെ ഏക ആത്മാവിൽ നിലനിൽക്കുക, എന്നിട്ട് പറയാണ് ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുക. അപ്പോൾ ഇവിടെയും താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏക ആത്മാവുള്ളവരും ഏക മനസ്സുള്ളവരുമായിരിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ അതിന്റെ തന്നെ 2-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വളരെ മഹത്വപൂർണമായ ഒരു കാര്യം പൗലോസ് ഇവിടെ പറയുക. ക്രിസ്തുവിൽ വല്ലോ പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ലോ ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, എന്നിട്ട്
അവിടെ 4 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മൾ ചിന്തിക്കണേ. ഇവിടെ 4 പ്രാവശ്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവർക്ക് പ്രചോദനം കൊടുക്കുക. എന്നിട്ട് 4 നിർദ്ദേശങ്ങളാണ് 2-ാം വാക്യത്തിൽ. എന്താണ്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. എത്ര വലിയ കാര്യമാണ്! ഒരു സഭയുടെ നടത്തിപ്പുകാരന്, ശുശ്രൂഷകന് ഇതിൽ പരം സന്തോഷം പകരുന്ന വല്ലതും ഉണ്ടോ? എല്ലാ ദൈവമക്കളും അവര് എങ്ങനെയാണ് ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി. നോക്കണം, എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രം, അത് കർത്താവിനെ ഏത് നിലയിലും മഹത്വപ്പെടുത്തണം. നശിച്ചു പോകുന്ന ആത്മാക്കളെ എങ്ങനെയും നേടണം. പരസ്പരം യാതൊരു നിലയിലും യാതൊരു അകൽച്ചയുമില്ല. എത്ര സ്നേഹനിർഭരമായ ആദർശപൂർണമായ ഒരു ഇത്. ഇവിടെ ആക്ച്വലി ഇവിടെ ആദ്യത്തെ വാക്കിൽ ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ടല്ലോ എന്നുള്ളതാണ് യഥാർത്ഥം. അപ്പം നിങ്ങൾക്ക് പ്രബോധനമുണ്ട്, സ്നേഹമുണ്ട്, ആശ്വാസമുണ്ട്, ആത്മാവിൽ കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹമുണ്ട് ഐമതപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം ഗുണമാക്കുവിൻ എന്നാണ് യഥാർത്ഥത്തിൽ ആ വാക്യം. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയോടെ ആയിരിക്കണം. എത്ര സമാധാനവും സന്തോഷം പകരുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. ശരിയായ നിലയിൽ നമ്മൾ ദൈവവചനത്തെ മനസ്സിലാക്കി കർത്താവിന് മഹത്വം കൊടുക്കുന്നത് എത്ര നല്ല കാര്യമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എപ്പോഴാണ് കിട്ടുന്നേ? നമ്മൾ ഐകമത്യപ്പെട്ടാൽ. അപ്പോൾ സഭയുടെ ഫംഗ്ഷൻ ശരിയായി നടക്കണമെങ്കിൽ എല്ലാവരുമായി ശരിയായ ഐക്യത്തിലായിരിക്കണം. സഭയുടെ ശരിയായ നിലയിലുള്ള ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ അവരെല്ലാവരുമായിട്ടും എന്തായിരിക്കണം? ഐക്യത്തിലായിരിക്കണം. നമ്മളായിരിക്കുന്ന സഭയിൽ നമ്മളെല്ലാവരുമായിട്ടും ഐക്യത്തിലാകുന്നോ എന്ന് നമ്മൾ പരിശോധിക്കണേ. നമ്മൾ എല്ലാവരുമായിട്ട് യോജിപ്പിലായിരിക്കണം. ഭിന്നത ഭാവിക്കരുത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരരുത്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുത്. നമ്മൾ കർത്താവിന്റെ സഭയെ മുറിക്കരുത്. അത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകും. അപ്പം ശരീരത്തിന്റെ അവയവം ഒന്ന് ഡിസ്ലൊക്കേഷൻ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ജോയിന്റ് തെറ്റിക്കഴിഞ്ഞാൽ എന്തൊരു വേദനയായിരിക്കും. അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുള്ളവരാണ്, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ്. ഈ ആത്മാവിൽ നമ്മൾ ഐക്യത കാത്തു സൂക്ഷിക്കണം. അപ്പം നമ്മുടെ പ്രാർത്ഥനയും പ്രയത്നവും ഐക്യതയ്ക്ക് വേണ്ടിയാകണം. നോക്കണം, നിങ്ങൾ ആത്മാവിലാണെങ്കിൽ നിങ്ങൾ ഐക്യത്തിലാണ്. ആത്മാവിന് വെളിയിൽ ഭിന്നത മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഭിന്നത ഉണ്ടാക്കുന്നവർ എങ്ങനെയാ ഉണ്ടാക്കുന്നേ? അവർ ആത്മാവിലല്ല എന്നുള്ളത് തെളിവാണ്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം, ആദിമസഭയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമുക്ക് കാണുന്ന ഒരു വലിയ കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. കണ്ടോ? വിശ്വസിച്ചവരുടെ കൂട്ടം, നോക്കണേ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു എന്ന് പരിശോധിക്കുന്നത് എത്ര നല്ലതാ. റോമാലേഖനം 12:16 വായിക്കുന്നത്, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. എളിയവരോട് ചേരണം, ഐകമത്യപ്പെട്ട് നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ ചിന്തിക്കണം.
ഇന്ന് നമ്മുടെ സഭാജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? യഥാർത്ഥത്തിൽ ഈ എവിടെ ഐക്യതയുണ്ടോ അവിടെ നിത്യജീവന്റെ വലിയ പ്രഭാവമുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് വിവരിക്കാം. ഈ ഐക്യതയെക്കുറിച്ച് വളരെ വിശാലമായിട്ട് പറയേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം ഇന്ന് അനേക ഇടങ്ങളിലും കുടുംബജീവിത തകർച്ചയ്ക്കും സഭാജീവിതത്തിന്റെ തകർച്ചയ്ക്കും ഒക്കെ കാരണം ഈ ഐക്യതയില്ലായ്മയാണ്. ശത്രു എങ്ങനെയെങ്കിലും ഇടർച്ച കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ദൈവമക്കളെ, വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങൾ പോകുന്ന സഭയ്ക്ക് നിങ്ങൾ ഒരിക്കലും ഒരു ഇടർച്ചയാകരുതേ. മറ്റ് സഹോദരങ്ങൾക്ക് നിങ്ങൾ ഒരു ഇടർച്ചയാകരുതേ. നിങ്ങൾ സഭയെ പിളർത്തുന്നവരാകരുതേ. അതാണ് എൻ്റെ താഴ്മയോടുകൂടിയ നിങ്ങളുടെ അപേക്ഷ. അത് ദൈവഹൃദയത്തിന് സഹിക്കാൻ പറ്റുകയില്ല. അത് ഏറ്റവും ദൈവഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യമായിരിക്കും. കർത്താവ് പോലും ആഗ്രഹിച്ചത് അവർ നമ്മെ പോലെ ഒന്നായിരിക്കേണ്ടതിന് എന്നാണ്. അതേ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ഐക്യത കാത്തു സൂക്ഷിക്കാം. അത് നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവുള്ളവരാണെങ്കിൽ, ഈ ആത്മാവിനാൽ ഐക്യത കാത്തു സൂക്ഷിച്ച് നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച് ദൈവഹിത പ്രകാരം കർത്താവിനെ സേവിപ്പാൻ ദൈവമായ കർത്താവ് വചനം കേട്ട് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളിൽ നിന്നും അത് ആഗ്രഹം വെച്ചുകൊണ്ടും ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.